ആരായിരുന്നു വിശാൽ? 2012 ജൂലൈ 17 മതഭീകരവാദ സംഘടനകളുടെ കത്തിമുനയിൽ പൊലിഞ്ഞ ജീവൻ. ഈ നാടിന്റെ സാംസ്കാരികതയെ നെഞ്ചേറ്റി കലാലയത്തിൽ ഭാരതമാതാവിന്റെ ചിത്രം വെച്ചതിന് കുത്തേറ്റ് വീണവൻ. രാജ്യദ്രോഹികളുടെ ആയുധം ഹൃദയത്തെ കീറി മുറിക്കുമ്പോഴും പിറന്ന നാടിനെ തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവൻ. മത തീവ്രവാദികളുടെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യു. ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിന്റേത്. വിദേശത്തെ ജീവിതവും പഠനവും ഉപേക്ഷിച്ച് അവൻ നാട്ടിലേക്ക് വന്നത് ഈ നാടിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു. തെരഞ്ഞെടുത്ത ആദർശത്തെ നെഞ്ചോട് ചേർത്ത് ജീവിതം, തന്റെ നാടിന്റെ സംസ്കാരം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നു. ഈ നാടിന്റെ സംസ്കൃതിക്കെതിരെ എന്നും നിലകൊണ്ടിരുന്ന മത തീവ്രവാദ ശക്തികൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്ത ആ ചെറുപ്പക്കാരനെ മുമ്പേ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികൾ നോട്ടമിട്ടിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ പോലും അട്ടിമറിച്ച് മത നിയമം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ അവനെതിരെ കൊടുവാളിന് മൂർച്ച കൂട്ടുകയായിരുന്നു. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് കവാടത്തിൽ നവാഗതരായ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന തിരക്കിലായിരുന്നു അന്നത്തെ ABVP നഗരസമിതി പ്രസിഡന്റായിരുന്ന വിശാൽ എന്ന ചെറുപ്പക്കാരൻ. മാരകായുധങ്ങളുമായി എത്തിയ ആ മതഭീകരവാദികൾ വിശാലിനെയും സുഹൃത്തുക്കളെയും ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. പിറന്ന നാട് സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് വിശ്വസിച്ച കുറ്റത്തിന് ആ നരാധമർ അവന്റെ ഹൃദയത്തിലേക്ക് കത്തിയാഴ്ത്തി. ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒരു പകലും രാത്രിയും നീണ്ട വേദന തിന്ന് ജൂലൈ 17 പുലർച്ചെ മരണത്തിനു കീഴടങ്ങി. വിശാലിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരെ അതീവ ഗുരുതരമായി പ്രതികൾ മുറിവേൽപ്പിക്കുകയും മറ്റുള്ളവരെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ABVP പ്രവർത്തകരായ വിഷ്ണു പ്രസാദിനും ശ്രീജിത്തിനും ഉൾപ്പെടെ 10ഓളം പേർക്കാണ് അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റത്. ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത്. ഉദാസീനമായി പോലീസ്, മത തീവ്രവാദികൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ കക്ഷികൾ. പിന്നെ പറയണോ? കുറ്റപത്രം സമർപ്പിക്കാൻ എടുത്തത് 5 വർഷം. സ്പെഷ്യൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടും അനുവദിക്കാതെ സർക്കാർ. വിശാലിന്റെ കൊലപാതകം സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്നതല്ലത്രേ. വിശാലിനെ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടനയുടെ അണികൾ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി യുദ്ധം ചെയ്യാൻ സിറിയയിൽ പോയി ഈ നാടിന്റെ അഖണ്ഡയ്ക്കെതിരെ കരുക്കൾ നീക്കുന്നു. മതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കുന്നു. വിശാൽ കൊല്ലപ്പെട്ട് 13 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നപ്പോൾ പ്രതികളായ 20 ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരും കുറ്റവിമുക്തരായി. എന്നാൽ ഈ വിധിയേക്കാൾ ഞെട്ടിക്കുന്നത് SFI KSU നേതാക്കളുടെ നിലപാടാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ദേശവിരുദ്ധ സംഘടനയാണ് വിശാലിനെ കൊലപ്പെടുത്തിയതെന്ന് അന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞവർ കോടതിക്കുള്ളിൽ മത തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടിലിഴഞ്ഞു. വിചാരണ വേളയിൽ SFI KSU നേതാക്കൾ മൊഴി മാറ്റിയതാണ് കേസ് അട്ടിമറിക്കപ്പെടാൻ പ്രധാന കാരണമായത്. 2012 ജൂലൈയിൽ നടന്ന ഈ ക്രൂരകൃത്യത്തിൽ തീവ്രവാദത്തിനെതിരെ സാക്ഷികളാകേണ്ടവർ വർഗീയ ശക്തികളുമായുള്ള ഒത്തുതീർപ്പിലെത്തിയപ്പോൾ തോറ്റത് ഒരു 19കാരന് കിട്ടേണ്ട നീതിയാണ്. മതഭീകര ശക്തിയായ പോപ്പുലർ ഫ്രണ്ടുമായി കോൺഗ്രസും CPM പുലർത്തുന്ന അവിശുദ്ധ ബന്ധമാണ് ഇതിലൂടെ മറന്നീക്കി പുറത്തു വന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി ഭീകരവാദികളെ താലോലിക്കുന്ന ഈ ഇടതു വലതു മുന്നണികൾക്ക് കീഴിൽ സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷിതത്വമാണുള്ളത്? വിശാൽ നീതി ലഭിക്കും വരെ ഈ ഭീകര ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ വഞ്ചകർക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക തന്നെ ചെയ്യും.